ഹായ് ഗൈസ്, ഞാൻ ഇന്ന് പറയാൻ പോകുന്നു വലിയ ഒരു കാര്യം. വലിയ പനിയായിട്ട് വരുന്ന നമ്മൾക്ക് പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വീഡിയോ നമുക്ക് ഉറപ്പായിട്ട് പറയാം. കാരണം വെച്ചാൽ ഇന്ന് പ്രത്യേകം പറയാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ടാകും. അതാണ് ഇത് കൂട്ട് എൻ്റെ കൊതുക് പനിയുടെയും അതുപോലെ വയറ് പനിയുടെയും ഇന്ന് നമ്മൾ ക്യൂരുമായിട്ട് പനി നമ്മൾ ഇന്ന് കാണാൻ പോകും. അതോ വേറെ രീതിക്ക് പനി. നമുക്ക് അതേ രീതിക്ക് വേഗം പിടിക്കുന്ന പനിയാണ് എന്തോ ഉറുമ്പെന്ന് വെച്ച് നമ്മളുടെ ചെവിയുടെ കറിപ്പോയി എങ്ങനെ രീതി എടുക്കണമെന്ന് ഇന്ന് പറയാൻ പോകും. നമ്മൾ ആദ്യം തൊട്ട് ചെയ്യേണ്ട തോർത്ത് എണ്ണക്കകത്ത് മുക്കിയിട്ട് ചെവി, അതാണ് ക്യൂര. പസ് കൊണ്ട് ചെവി ചെൽപ്പിക്ക് പേൻ്റെ ബസ് ചുമ്മാ ഊരി പോവായിരിക്കും. അതിന് ശേഷം പിന്നെ നമ്മൾ ചെവി പറയും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വലിയ പാടായി ചാർജ് ചെയ്യാൻ. ചെയ്യുന്ന മുമ്പ് നമ്മൾ എന്ത് ചെയ്യണതാവും എണ്ണക്കകത്ത് മുക്കിയിട്ട് നമ്മൾ പിന്നെ എന്താ ക്യൂരമായിട്ട് നമ്മൾ നന്നായിട്ട് ചെയ്യണം. അതാകുമ്പോൾ നമുക്ക് നന്ന എളുപ്പമോ എന്തെങ്കിലും വരുമെന്ന് നമ്മൾക്ക് തോന്നും. അപ്പം നന്ന രീതിക്ക് തന്നെ നമ്മൾ പറയാൻ പോകും. കാരണം വെച്ചാൽ കുറേ മുമ്പ് വരെ ഞാൻ വീട്ടിലുള്ളത്, അതുകൊണ്ടൊന്നും എനിക്ക് ഈ പറയാൻ പറ്റിയില്ലാത്തതുകൊണ്ട്. അപ്പം എന്താ വേറെ പനി നമ്മൾക്ക് പിടിച്ചാറുണ്ടോ എന്നറിയില്ലല്ലോ. അതുപോലെ നമ്മൾ ഫ്ലഷ് ആയിട്ട് കൊക്കയൊന്നും തിന്നിട്ടില്ലല്ലോ. മഴ പെയ്യുമ്പോൾ മാത്രമേ ആ കൊക്ക തിന്നാൻ പറ്റുള്ളൂ. കൊക്കപ്പൂരിൻ്റെ കാരണം വെച്ചാൽ നമ്മൾ 5 മാസത്തിന് മുമ്പ് മഴ എന്തെങ്കിലും പെയ്യുമ്പോൾ നമ്മൾ പുറത്തിറങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ തന്നെ വെള്ള രീതിക്ക് കുറേ കുരുകൾ വന്ന് ബക്സാക്കിയിട്ട് അതിൻ്റെ കുരുകുരിയാക്കിയിട്ട് ബ്ലാക്ക് കളർ ആക്കിയിട്ട് നമ്മൾ അത് രീതിക്ക് തന്നെ തിന്നില്ല. നന്നെ കൊക്കായി മാത്രമേ തിന്നാൻ പറ്റൂ. ചിലപ്പിക്ക് നമ്മൾ ചുമ്മാ തിന്നാൻ പറ്റില്ല നമുക്ക്. കാരണം വെച്ചാൽ നമ്മളുടെ വയറ്റ് എൻ്റെ കൊക്കപ്പൊരി കുടിക്കുന്നതാണ് നിങ്ങൾക്കിന്ന് കാണാം. നമ്മൾ എന്തിനാ പറയുക, ഈ കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ചെയ്യേണ്ട ഫറ്റ് കൊണ്ട് അതാണ് നമ്മൾ കരികേട്ട് തിന്നുവാണെങ്കിൽ നമുക്ക് കൊക്കപ്പൊരി നോക്കാം. നമ്മൾ പിന്നെ 10 മിനിറ്റ് എണ്ണക്കകത്ത് പൊരിച്ചാലാണ്. അപ്പം തന്നെ നമ്മൾ കരികെടുക്കണം. ഇനി കൊക്കപ്പൊരി എത്രട്ടുണ്ടോ നോക്കി തിന്നാം. അതോ പ്രത്യേകമായിക്കോളും. ചെറിയ പേർക്ക് കുറേ പനികൾ വരാനുണ്ട്. അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയും. ഡോക്ടർമാർ ചിലപ്പോൾ പാരസെറ്റമോൾ വരും, അല്ലെങ്കിൽ പനിയുടെ മരുന്ന് വരും, അല്ലെങ്കിൽ തരും. അത് നമ്മൾ തിന്നില്ലല്ലോ. കാരണം വെച്ചാൽ അത് വേറെ മൃഗത്തിൻ്റെ അടുത്ത് നിന്ന് അത് ഉണ്ടാക്കുന്നത് തന്നെ എല്ലാവർക്കും സീസ് ചെയ്യണോ എന്തോ കടയണോ ഡ്യൂപ്ലിക്കേറ്റ് കടയണോ ഒന്നും വാങ്ങാൻ പറ്റില്ല. നമുക്ക് വീട്ടിൽ ഉണ്ടാക്കുന്ന സാധാ മരുന്ന് അതാണ്. നമുക്ക് തുളസി ഇക്കൂലേ, തുളസി 5 മിനിറ്റ് എൻ്റെ ഒരു ഗ്ലാസ് എൻ്റെ ഇത് കൂട്ട് പഞ്ചാര പിന്നെ തുളസി അത് മിക്സ് ചെയ്ത് കഴിച്ചാൽ മതി. അതിന് കൂടെ നിങ്ങൾ ഓർക്കും അതിന് എരിവുണ്ടോ അല്ലെങ്കിൽ ചുവയുണ്ടോ എന്ന് ഓർക്കും. അപ്പം നമ്മളെന്ത് പറയും, ഇല്ല എന്ന് പറയും. അപ്പം ഇത് ഉണ്ടെന്ന് പറയുമ്പോൾ കുടിച്ചു നോക്കാൻ പറയും. കുടിച്ചു നോക്കിയപ്പോൾ എന്നിട്ട് അതിന് കൂടുതൽ ചുമക്കും പനിക്കും ഉപയോഗിക്കാനും മരുന്നാകും. കാരണം വെച്ചാൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് നമുക്ക് വരുന്ന ഈ മരുന്നുകൾ ഫറ്റ് മരുന്ന് കുറേ ദിവസമായിട്ട് ഉപയോഗിച്ച മരുന്ന് അതാണ് പാരസെറ്റമോൾ. അത് കുറേ പേര് ഉപയോഗിച്ച് എല്ലാവരും അതിൻ്റെ മെല്ല് നോക്കിയിട്ട് അവരെ ശമിച്ചതുപോലെ ഓക്കായി. അമ്മമാർ പറയും അത് കാണിച്ചില്ല. നമ്മളിപ്പോൾ എന്തെങ്കിലും മൂക്ക് കുത്തി പിടിച്ചിട്ട് ഒച്ചടിച്ച് വെക്കണം. അതാണെങ്കിൽ നമ്മൾ വീണ്ടും ശ്രമിച്ചു. നമുക്ക് വേറെ പറയാൻ കഴിയില്ല. നമ്മൾ മൂക്ക് കുത്തി പിടിച്ചിട്ട് ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് മൂക്ക് കുറഞ്ഞാൽ നമ്മൾ അതിൻ്റെ സ്മെല്ല് അറിയില്ലല്ലോ. അത് തന്നെ ചെയ്യാൻ പറ്റും. നമ്മൾ മരുന്ന് കുടിച്ചിട്ട് വെള്ളമോ പിന്നെ ശർക്കരയോ ഉപ്പോ പിന്നെ പഞ്ചാരങ്ങളിലേക്ക് കഴിച്ചാൽ നിങ്ങൾ ഉറപ്പായിട്ടും ജ്യൂസും പിന്നെ വയറുവേദനയും പിടിച്ചാൽ നിങ്ങൾക്ക് സാധ്യതയുണ്ട്. അതിൻ്റെ കൂടെ മാത്രമല്ല നമുക്ക്
മരുന്ന് കുടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതാണ് മൂക്ക് കുത്തി പിടിച്ചിട്ട് വെള്ളം ഇച്ചിരി കുടിച്ചിട്ട് നമ്മൾ മൂക്ക് തുറന്ന് വിടുവാണെങ്കിൽ നമുക്ക് ഇത് കൊണ്ടുവരും. അതിൻ്റെ കൂടെ മല്ല നമുക്ക് വേറെ സാധ്യത ഉണ്ടായിരിക്കും. നമ്മൾ ചുമ്മാ മരുന്ന് ഒറ്റയ്ക്ക് കുടിച്ചിട്ട് പിന്നെ വെള്ളം പിന്നെ കുട്ടും പഞ്ചാരിയും കഷായത്തിൻ്റെയും പിന്നെ കുട്ടുപ്പും പിന്നെ പഞ്ചാരി എല്ലാം കുടിക്കുക. അപ്പം എല്ലാവർക്കും വയറുവേദനയും തലവേദനയും ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരാറുണ്ട്. അതുപോലെ നടുവേദന. അപ്പോൾ നമുക്ക് ആ സാധ്യത വരാൻ തോന്നുന്നുണ്ട്. നമ്മൾ സാധ്യത വരാതെ തന്നെ നമ്മൾ എത്തിയിരുന്നതാ. നമ്മൾ ഒറ്റയടിക്കും മരുന്ന് കുടിച്ചിട്ട് നമ്മൾ മൂക്ക് കുത്തി പിടിക്കുക. അത് മാത്രം. ഇനി വേറെ ചെറിയ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഹോസ്പിറ്റലിൽ പോകുന്ന നമുക്കറിയാവോ? ഇല്ല. കാരണം വെച്ചാൽ അത് കുറേ മുമ്പ് വയറേ ആയിട്ടുള്ളതാണ്. നമ്മൾ കുറേ മുമ്പായിട്ട് ഇത് കുട്ടി ചെയ്യുന്നില്ലേ? ഇത് കൂട്ടും അതിൻ്റെ കൂടെ നിന്ന് കൂട്ടും. എല്ലാവരും ഡാൻസ് കളിച്ചിട്ട് കുറേ പ്രാവശ്യം കുറച്ചൊക്കെ ജ്യൂസ് കുടിച്ച് വെള്ളം കുടിക്കില്ലേ? അപ്പം തലയ്ക്ക് കുറേ സ്ട്രോക്കും എല്ലാം വരാറ് സാധിച്ചു. നമ്മളപ്പോൾ അതിൻ്റെ മുമ്പ് ചെയ്യേണ്ട ഓറഞ്ച് ജ്യൂസ് വെള്ളം കുടിച്ചിട്ട് നമ്മൾ പിന്നെ ഇത് കൂട്ടി കഴിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന പ്രത്യേകമായിട്ട് എല്ലാവരോടും പറയണം. കാരണം വെച്ചാൽ എല്ലാവരും ഈ പറയില്ല. അമ്മ പറയാൻ അവരെ എടുത്ത് കുടിക്കുകയാണെങ്കിൽ ഇതുപോലത്തെ പ്രശ്നം കുറേ ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ കിടന്ന് ഉറങ്ങുമ്പം നമുക്ക് പ്രത്യേക ഒരു കാര്യം, പാറ്റകൾക്ക് ഇഷ്ടമുള്ളത് എന്താണ്? ചെവിയിലത്തെ ഈയൻ്റെ ഭക്ഷണം. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നതാ? നമ്മൾ വേറെ രീതിക്ക് തന്നെ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്തുള്ളതുകൊണ്ട് ചെവി നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഭക്സ് ഇല്ലെങ്കിൽ അത് പിന്നെ ചെവിയിൽ കയറാൻ ഒന്നും സാധിക്കില്ല. പാച്ചകൾ അത് കാരണമാണ് ബെഡിൽ കയറുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ക്ലീൻ ആക്കാൻ പേടിയുള്ളവർക്ക് നിങ്ങളൊന്നും ചെയ്യണ്ട. നിങ്ങൾ ചെവി വെക്കുന്ന ഈ ബാസ് എടുത്ത് വെച്ചാൽ മതി. അതാണെങ്കിൽ പാച്ചകൾക്ക് സേഫ് ആയിട്ട് ഇരിക്കണം. ചെവിയിൽ അതിന് ഒരിക്കലും തുറക്കാനും പറ്റില്ല. അതുപോലെ തന്നെ രീതിക്ക് നന്നായിട്ട് തുറക്കാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മളിത് പറയാം. എല്ലാവർക്കും പേടിയുള്ളതല്ല ചെവി കേൾക്കാൻ. അതൊന്നും പേടിച്ചില്ല. പാച്ചുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പേടിയും പോലെ ഇയർ ബക്സും എല്ലാം നിങ്ങൾക്കില്ലേ? നിങ്ങൾ കിടന്ന് ഉറങ്ങുമ്പോൾ ഇയർ ബക്സും അല്ലെങ്കിൽ നമ്മൾ തൊപ്പിയും എന്തെടുത്ത് വെച്ചാൽ മതി. അതാണെങ്കിൽ നിങ്ങൾക്ക് സേഫായി. മഴക്കാലത്ത് നമ്മൾക്ക് പ്രത്യേകം തിന്നാൻ പറ്റില്ലാത്ത സംഭവം. കുറേ വർഷം മുമ്പ് എൻ്റെ ഇവിടെ കുറേ ആടുകളുണ്ടായിരുന്നു. ആ ആടുകൾ ഇങ്ങനെ പുല്ല് നിന്ന് തള്ളി തിന്നിട്ടുണ്ടാകുന്നു. ചിലപ്പോൾ വിഷമില്ലാത്ത വേറൊരു പുല്ല് ഞാൻ പറഞ്ഞു. അതോ ഒരു കളറാണ്. അപ്പം എൻ്റെ ആടുകൾ അങ്ങോട്ട് പോയി ഓടിച്ചെന്ന് തിന്നുമ്പോൾ വേഗത്തിൽ ചത്തുപോകും. അതാണ് വിഷം. വിഷം ചെടിയോ നമ്മൾക്കും തിന്നാൻ പറ്റില്ല. കയ്യെ പറ്റിയാൽ നമ്മൾ എണ്ണ എടുത്ത് കയ്യിൽ തീർത്തിട്ട് കൈയിടും. നമ്മൾ പിന്നെ ഒരിക്കലും നമ്മൾക്ക് ചുമ്മാ നമ്മൾ നടക്കുമ്പം ഈ ഇലകളെല്ലാം കാണുന്നില്ലേ? നമ്മൾ ചുമ്മാ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം ആ ഇലകൾ ഉടച്ച് വായി വെക്കാറില്ലേ? വായി വെക്കുന്ന പ്രത്യേകം ഒന്നുമില്ല. കാരണം വെച്ചാൽ വായി വെച്ചാൽ അതിനകത്ത് എന്തെങ്കിലും അവിടെ പ്രശ്നമായിട്ടുള്ള മട്ട എന്തെങ്കിലും വെച്ചിട്ട് കൊടുക്കും. ജീവികളോ എന്ത് കൊളിച്ച് അതിനെ തിന്നുവാണെങ്കിൽ നമുക്ക് പ്രത്യേകമായിട്ട് അസ്ത്രം പിടിച്ച് നമ്മൾ ചത്തു. നമ്മളപ്പോൾ അതിൻ്റെ മുമ്പ് എന്ത് ചെയ്യണം? ഫോൺ വിളിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെടിയെ നോക്കാതെ നമ്മൾ റോഡിലോട്ട് വെക്കണം. അതാണെങ്കിൽ നമുക്ക് സേഫ്. എല്ലാവരും ഇങ്ങനെ നടക്കുമ്പോൾ ചുമ്മാ അല്ലേ ഇങ്ങനെ പറിക്കുന്നില്ല. അത് കൊള്ളത്തില്ലാത്ത പരിപാടി. ഒരു ചേച്ചി ഫോൺ വിളിച്ചുകൊണ്ടിരുന്നപ്പം ഒരു തുളസിയുടെ കളറുള്ള ഒരു പൂ കൊടുത്തിട്ടുണ്ടാകും. അതോ അതിൻ്റെ രീതിക്ക് തന്നെ ചത്തുപോയി. കാരണം ചെയ്താൽ പറയുന്ന ഇലയും പുല്ലിയിലും എല്ലാ വിഷങ്ങളും
വിഷങ്ങളുള്ളപ്പോൾ നമ്മളോട് കുറേ പ്രശ്നം പറയാം. നമ്മളിപ്പോൾ എന്തെങ്കിലും തുപ്പിക്കളയുവാണെങ്കിൽ നമ്മൾ ഉടനെ ഇല കാണുവാണെങ്കിൽ നമ്മൾ ഓടിപ്പോണം. അല്ല ഇല കാണുവാണെങ്കിൽ തിന്നുവാണെങ്കിൽ നമ്മൾ തിന്നക്കല്ലേ. നമുക്ക് ഓർമ്മ വരുമില്ലേ, അമ്മമാർ പറഞ്ഞിട്ടില്ലേ ഒരു കുട്ടി ഇലയില്ല നമുക്ക് എൻ്റെ കൂട്ടുകാരി വന്നു അതായത് പുരിയുള്ളപ്പോൾ നമുക്ക് വാരവേന എല്ലാം വരുന്നു. ഫ്രൂട്ട് എന്തെങ്കിലും ചുമ്പെടുത്ത് കഴിച്ചാറുണ്ടോ? അതോ നമ്മൾ ഫ്രൂട്ട് ചുമ്പെടുത്ത് കഴിക്കുമല്ല. നമുക്ക് ഈ വെള്ളം നിൽക്കുന്നതിനകത്ത് കൈ കഴുകാൻ ഫ്രൂട്ട് കഴുകാൻ മാത്രം. നമ്മളൊപ്പം ചുമ്മാ എടുത്ത് കഴിക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിൽ വേറൊരു ഓർമ്മ വരും. അതാണ് കാരണം നമ്മൾ കുറേ മുമ്പേ പറഞ്ഞിട്ടില്ല അമ്മച്ചിമാരൊക്കെ നമ്മൾ എൻ്റെ ഭക്ഷണം തിന്നുവാണെങ്കിൽ നമ്മൾ കൈ കഴുകണം, പിന്നെ ഫ്രൂട്ട് തിന്നുവാണെങ്കിൽ ഫ്രൂട്ട് കഴുകണം എന്തൊക്കെ പറഞ്ഞിട്ടില്ലേ. അതുപോലെ അമ്മച്ചി പറയാതെ നമ്മൾ ഒന്നും കേൾക്കാൻ പാടില്ല. നമ്മൾ അത് കേട്ട് പഠിച്ച് നമ്മൾ വില്ലതാണ്. അങ്ങനെ നമ്മളുടെ ഓർമ്മ ചെൽപ്പിക്ക് പാർക്കാൻ ഓർമ്മയായിരിക്കും, നമ്മൾക്ക് മാത്രം ഓർമ്മയുള്ളൂ എന്നെല്ലാവരും ഓർക്കും. കാരണം വെച്ചാൽ എല്ലാവരും പണ്ട് തൊട്ട് അമ്മച്ചി ഒന്നും പഠിപ്പിച്ചിട്ടില്ലായിരിക്കും. അതിൻ്റെ മുമ്പായിട്ട് പഠിപ്പിച്ചിരുന്നത് നിങ്ങൾക്ക് ഇന്ന് കാണാൻ പറ്റും. കാരണം വെച്ചാൽ എല്ലാവരും അതിൻ്റെ മുമ്പുള്ളിലേക്ക് വരാനുള്ളത്. അത് നമ്മളിപ്പം യേശുവിനെ പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് നന്ദി പറയാം. യേശുവിൻ്റെ ഈ വീഡിയോ നിൽക്കുന്ന നമുക്ക് സ്വന്തമായിട്ട് നോക്കാം. ചിലപ്പോൾ അതിൻ്റെ മുമ്പ് നമ്മൾക്ക് കാര്യമുണ്ട്. ഈ അടുക്കള എല്ലാം നമ്മൾ ഉപേക്ഷിച്ചു. അമ്മമാർ ചുമ്മാ എൻ്റെ ഇങ്ങനെ ചോറൊക്കെ വിളമ്പിച്ച് തന്നിട്ടില്ലേ അമ്മമാരിക്കണം. നമ്മൾക്കത് വെറും സങ്കടമാകില്ലേ. നമ്മളിപ്പം എന്ത് ചെയ്യും, ചോറുണ്ടെന്ന് എൻ്റെ പാത്രം എടുത്ത് നമ്മളെടുത്ത് കരുകിയിട്ട് നമ്മളിവിടെ വെക്കണം. എന്നിട്ട് അടുക്കള കൊണ്ട് വെച്ചിട്ട് അങ്ങനെ മേശ കൊണ്ടുവല്ലേ വെക്കണം. അടുക്കള കൊണ്ട് വെച്ചു അങ്ങനെ വെച്ചാൽ അമ്മച്ചിക്കുള്ള വലിയ സന്തോഷമാണ്. അതാണ് നിങ്ങൾക്ക് ഇന്ന് കാണാൻ. കാരണം വെച്ചാൽ കുറേ പേരുടെ അമ്മ ഇങ്ങനെ ഫുഡ് ചെയ്യുന്ന ടേബിളെ മാത്രമേ വിളിച്ചു. നമ്മൾ ചുമ്മാ ഇങ്ങോട്ട് വേസ്റ്റ് ആക്കില്ലേ എല്ലാ സംഭവം. അമ്മ എനിക്ക് ചോറ് വേണ്ട, എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് വേസ്റ്റ് ആക്കൂലേ. അതെല്ലാം പാവപ്പെട്ടവർക്ക് നമ്മൾ ബസ്കറ്റിടുമ്പോൾ അവരെന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഒരു ചീത്ത പശു നഷ്ടം. അപ്പോൾ എൻ്റെ അമ്മ പണ്ടേ തൊട്ട് നഷ്ടപ്പെട്ട് പോരുമായിരുന്നു. നമ്മൾ ഓർക്കും അതിന് അമ്മമാരെ സ്വർഗത്തിൽ അതിൻ്റെ സത്യം പറയാൻ സ്വർഗത്തിൽ ഉണ്ടായിരുന്നു. സിനിമക്കാരായാലും എല്ലാവരുമായാലും യൂട്യൂബിൽ നോക്കുമ്പം ഈ കഴിച്ചാണമ്മ നമ്മൾ അവരുടെ നേരെ എടുത്ത് പോകില്ലേ. അവർ കുടിപ്പും അതുപോലെ ഭക്ഷണം എല്ലാം കൊടുക്കില്ലേ. അത് നല്ല കാര്യങ്ങളല്ലേ. പാവപ്പെട്ടവർക്ക് ഈ ചെയ്യുന്ന നല്ലതാണ് എല്ലാവർക്കും. കാരണം വെച്ചാൽ ഇന്ന് പറയാൻ പോകുന്ന പ്യൂരായിട്ട് വലിയൊരു കുറച്ച് കാര്യം അതാണ് ഇന്ന് പറയുന്നത്. കുറെ മുമ്പ് കുറെ അമ്മച്ചിയും കുറെ അപ്പച്ചനും ജീവിച്ചിരിക്കുന്നത്. ഒരു ദിവസം അവർക്ക് പൂജ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. അവർക്ക് അതും കാരണം അവർ നേരത്തെ പറഞ്ഞ വാക്ക് അവർക്ക് വലിയ ഷോക്കാക്കത്തില്ല. കാരണം വെച്ചാൽ ആ പൂജ ഓർമ്മിക്കുന്ന ഞാനും അമ്മച്ചയും മരിച്ചു പോവാണെങ്കിൽ നമ്മൾ രണ്ടുപേരും സ്വർഗത്തിൽ വെച്ച് കാണാം. അതിന് ശേഷം പറഞ്ഞാൽ അതിൻ്റെ കാര്യം അമ്മച്ചിക്ക് വലിയ സങ്കടമായിപ്പോയി. അമ്മച്ചി പറഞ്ഞു, പൂച്ചയുടെ നേരെ നോക്കി, പൂച്ച ഒരു വിഷമം വേണ്ട, നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മൾ ഒരുമിച്ച് സ്വർഗത്തിൽ വെച്ച് കാണാം. അതോ അമ്മച്ചി ഒരു ദിവസം അപ്പച്ചനോട് പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് ബൈക്കിൽ പോയാലോ, അവർക്ക് ബൈക്കിന് കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല, ഒന്നും അറിയില്ല. അത് കാരണം വന്നപ്പം ഒരു കാര്യം സംഭവിച്ചു. ബസ് നേരെ തിരിച്ചപ്പം അവർക്ക് വണ്ടി അതിൻ്റെ ചുറ്റം ഒന്ന് നിർത്തിയപ്പം അവർക്ക് പെട്ടെന്ന് ആക്സിഡന്റ് പറ്റി അവർ മരിച്ചുപോയി. അവർ സ്വർഗത്തിൽ.
എന്നിട്ട് പിന്നെ അവരെ ഒരിക്കലും പറഞ്ഞ് നീ ഈ സ്വർഗത്തിൽ പറഞ്ഞ ശരിയായി കാര്യം. അവര് ഞെട്ടിപ്പോയി. അവർക്ക് വലിയ ഷോക്ക് കാത്തിരുന്നു ഓർത്ത് അവന്റെ ആത്മാവ് വേഗത്തിന് പോയി ഗ്രഹിച്ചു പറഞ്ഞ ആ ആത്മാവിന്റെ മരിച്ചുപോയ ആത്മാവിന്റെ അടുത്ത് പോയി ആ ആത്മാവിന്റെ സെമിത്തേരിയിൽ എണീറ്റ് യേശുവിൻ്റെ അടുത്ത് വന്ന് മാതാവിന് മാത്രമേ ചെറുകൊള്ളാവുന്നു. താഴത്തോട്ട് പോകാൻ നോക്കിയപ്പോ യേശുപ്പിച്ച അന്തം വിട്ട് മാലാഖമാരിനോട് കൂട്ടിക്കൊണ്ടുപോയ ശിഷ്യായി പറഞ്ഞിട്ട് അതൊന്നും കേൾക്കാതെ അവരിരുന്നപ്പോ താഴെ എത്തിയാണ്. അപ്പൊ മാതാകന്മാര് വേഗത്തിൽ പിടിച്ചെന്നിരിക്കുക. ഓടിപ്പോയി പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോയി കട്ടിയുള്ള മേഘത്തിൽ നിർത്തി. എന്നിട്ടോ വലിയ ശിഷ്യായി മേഘത്തിൽ നിർത്തിയിട്ട് ഇപ്പൊ എന്തിനാ താഴത്തോട്ട് നിങ്ങളുടെ ശ്രമത്തേരി പോയി നിന്നു. നമ്മൾ പറഞ്ഞ നമ്മുടെ ഇഷ്ടനായുള്ള പൂച്ചയ്ക്ക് വേണ്ടി ഇത്ര കഷ്ടപ്പാടെടുത്തിട്ട് നമ്മളെ ഈ ദിവസത്തിൽ പറഞ്ഞു. അപ്പോ യേശുപ്പിച്ച ഞെട്ടിപ്പോയിട്ടോ പിന്നെ ഓടി വന്നു യേശുവിനെ നെലുവിളിച്ചു. പൂച്ച നെലുവിളിച്ചിട്ട് പൂച്ചയുടെ ആത്മാവ് പോയി സെമിത്തേരി പോയിട്ടോ. പൂച്ചക്ക് പിന്നെ അതിന് ശേഷം പിന്നെ അതിൻ്റെ മുമ്പായിട്ട് യേശു അതെല്ലാം സ്വർഗത്തിൽ നിന്ന് കാണാനുണ്ടാകും. അതിൻ്റെ മുമ്പായിട്ട് യേശു പണ്ട് സ്വർഗത്തിൽ കാത്തിരുന്നതാണ്. ആ മാതാകന്മാര് കുറെ വർഷത്തിന് മുമ്പ് അവിടെ ഉണ്ടായിട്ടും കാത്തിരുന്നിട്ടുള്ളതാണ്. 5 ദിവസം കഴിഞ്ഞപ്പം പിന്നെ എന്തിനാ മാലാഖമാര് കാത്തിരുന്നു. ശേഷം ഇന്ന് ഞാൻ യേശുവിനെ കുറിച്ച് പറയാം. പണ്ട് യേശു സ്വർഗത്തിലുണ്ടാവും. മാലാഖമാർക്ക് യേശു ഉറപ്പായിട്ട് മരിച്ചു എന്ന് അറിയാം. ചിലപ്പോ അതൊന്നും മാലാഖമാര് യേശുവിന് പറയാൻ നിന്നില്ല. ഒരു പ്രാവശ്യം യേശു അവരുടെ സ്വർഗത്തിൽ കാണാൻ പോയപ്പോ ആ ദുഷ്ടൻ അതെല്ലാം സ്വർഗത്തിൽ നിന്ന് കാണാനുണ്ട്. അവരെ ഓടി വന്ന് പിടിച്ച് യേശുവിന്റെ കുരിശിൽ തറച്ചു വെച്ചത്. അപ്പൊ മാലാഖമാര് യേശുവിനെ സ്വർഗത്തിൽ കൊണ്ടുപോയിട്ട് യേശുവിനെ നെല്ലുവിളിച്ചതോ യേശുവിനെ അവർക്ക് അന്നേ മനസ്സായി. അവര് യേശുപ്പിച്ച മരിച്ചു. കുരിശിൽ തറച്ചിട്ട് കുരിശിലല്ല മണ്ണിൽ തറച്ചിട്ട് പിന്നെ യേശുവിനോർത്ത് എല്ലാവരും കാത്തിരിക്കുന്നു. മാലാഖമാർക്കോ അതിന് പോലെ തന്നെയല്ലേ യേശു സ്വർഗത്തിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു മാലാഖമാർക്കും പറയണം. അതുകൊണ്ട് മാലാഖമാർക്ക് വലിയ സങ്കടമായി പോയാണ്. മാലാഖമാർ എന്ത് ചെയ്യും? യേശു മണ്ണിൽ നീക്കുന്നതെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഇന്ന് രാവിലെ എണീറ്റപ്പോ യേശു സ്വർഗത്തിൽ എങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. മാലാഖമാരോ അന്തം വിട്ട് യേശുവിനെ നെല്ലുവിളിച്ച് യേശുവിൻ്റെ അടുത്ത് ചെന്നപ്പോ യേശുവിനെ കാണാൻ. യേശുവിൻ്റെ ആത്മാവ് വന്ന് എന്തെങ്കിലും പ്രശ്നം പറ്റുന്നുണ്ടോ എന്ന് വന്ന് നോക്കിയത്. പിന്നെയും പ്രാവശ്യം മാതാവ് വന്നപ്പോൾ യേശു എടുക്കുന്നു. ഇന്നലെ രാത്രി യേശു സ്വർഗത്തിൽ പോയി. അതോ പോയപ്പം യേശു മണ്ണിൽ കുഴിച്ചിരിക്കുന്നുണ്ട്. അത് യേശുവിനെ കുഴിച്ചാന്നോർത്ത് ഓടിച്ചെന്ന് യേശുവിനെ നെല്ലുവിളിച്ച്. മാതാവ് മണ്ണ് കൈവച്ചപ്പോൾ തന്നെ യേശുപ്പിച്ച യൂണിച്ചിട്ടോ കുറെ നന്ദി പറഞ്ഞു. അതിന് മുമ്പായിട്ട് പറഞ്ഞാൽ നിങ്ങൾ വലിയ ഷോക്കത്തിൽ നിങ്ങൾ കാണും. യേശുപ്പിച്ച പറഞ്ഞിട്ടുണ്ടാകുന്നു, പണ്ട് കാലത്ത് ഞാൻ ഇവിടെ ജീവിച്ചിരിക്കുകയാണ്. അതെല്ലാം മാതാവിൻ്റെ കയ്യിൽ കൊടുത്തിട്ടാണ് പൈതാശിഷ. അപ്പോൾ ദുഷ്ടന്മാര് വന്ന നോക്കാം കൊല്ലാൻ വന്നപ്പം എന്ത് ചെയ്യൂ? യേശുപ്പച്ച പിന്നെ ആ വാളെടുത്തോണ്ട് ഞാൻ പറഞ്ഞു വാളെടുത്തോണ്ട് വന്ന്
യേശുപ്പച്ച വേറെ രീതിക്കായി ആ ദുഷ്ടൻ കള്ളനെ കൊന്നിടുകയോ ചെയ്തു. അപ്പം തന്നെ ഒരു കാര്യം, ദുഷ്ടന്മാരാകും കൂടെ ഉണ്ടായിരുന്നു. അതിൻ്റെ വേഷം കിട്ടി വേറെ ആവുന്നത് ആൾക്കറിയാം. മാതാവ് അവിടെ സ്വർഗത്തിൽ യേശുവിനെ കാണാൻ പോയതാണ്. അവിടെ ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു കുട്ടില്ല. അപ്പോൾ അതിന് മുമ്പ് മാലാഖൻ എൻ്റെ യേശുപ്പച്ചനെ വലിയൊരു ദുഷ്ടനായി പാമ്പടിക്കുന്നു. അതോ മാലാഖ അതെല്ലാം കാണുന്നുണ്ട്. മാലാഖയുടെ തലയിൽ ഓർമ്മ വേഗത്തിൽ ഓടിച്ചെന്ന് ആ യേശുപ്പച്ചനെ എടുത്ത് കയ്യെ പിടിച്ച് പാമ്പിനെ പിടിച്ച് കൊന്നു. അതിൻ്റെ വായിൽ വരുന്നെന്താ ദുഷ്ടൻ കള്ളന്റെ വിഷമാണ്. അതിന് ശേഷം യേശുപ്പച്ച വലിയതായതിന് ശേഷം യേശുപ്പച്ചക്കൊരു ഓർമ്മ ഇവിടെ വന്നിട്ടുണ്ടാകും. യേശുപ്പച്ച ഓർത്ത് പണ്ട് തൊട്ട് യേശുപ്പച്ച കുഞ്ഞു തന്നപ്പോൾ യേശുപ്പച്ച നോക്കിക്കൊണ്ടിരുന്നത് യേശുപ്പച്ച അച്ഛനും അമ്മയുമായിരുന്നു. അപ്പം അവരെ മണ്ണിൽ നിന്ന് വിളിച്ചിട്ടോ അവർക്ക് കണ്ണുറന്നവർ എണീറ്റ് യേശുപ്പച്ചയുടെ കണ്ണിൽ നിന്ന് വെള്ളം വീഴുക. കാരണം വെച്ചാൽ യേശുപ്പച്ച ഇവരെ 10 ദിവസമായി കൊണ്ടിട്ട്. ഇവരെവിടെയാണെന്ന് ചോദിച്ചിട്ട് എൻ്റെ കുഞ്ഞു കാണുന്നപ്പം യേശുപ്പച്ച എൻ്റെ സ്വർഗത്തിലൂടെ പറഞ്ഞു. മാതാവ് പറഞ്ഞ് നീ യേശുപ്പച്ച വലുതാകുമ്പോൾ നമ്മൾ ഇവിടെ കാണുമായിരിക്കും, നമ്മൾ മരിച്ചു പോകായിരിക്കും. അതിൻ്റെ ശേഷം ആ ഓർമ്മ വന്നിട്ട് പിന്നെ ആ മാതാവെന്ന് പറഞ്ഞിട്ട് മാതാവ് അതിനെ പൊട്ടിക്കളിച്ചു. അതിന് ശേഷം കല്യാണം പറഞ്ഞിട്ട് മാതാവിനെ കൊണ്ട് കാണിച്ചു. എന്നിട്ട് പിന്നെ മാതാവ് അതിൻ്റെ ഫോട്ടോ ക്ലീനാക്കുവാണ്. അപ്പോൾ ഫോട്ടോ താഴെ വീഴാൻ നോക്കിയപ്പോൾ മാതാവ് ഓടിച്ചെന്ന് പിടിച്ചിട്ട് വേറെ സ്ഥലത്ത് ഒളിപ്പിച്ചു വെക്കുക ചെയ്തു. നിങ്ങൾക്ക് യേശുവിന് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ.